കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എയർപോർട്ടിൻ്റെ അടുത്ത് കൂടെ പോയപ്പോഴാണ് ഈ ഒരു സാധനം ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പം എൻ്റെ മാത്രമല്ല വേറെ പലരുടെയും ശ്രദ്ധയിൽ ഈ സാധനം പെട്ടിരുന്നു. റെഡിറ്റിൽ കണ്ടു, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. പലതും കളിയാക്കൽ തന്നെയാണ്. ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. ക്വൈറ്റ് ഒബ്വിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഗ്യാസ് ഇല്ലെങ്കിൽ സ്റ്റൗ കത്തിക്കരുത്, അസുഖമില്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകരുത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഇങ്ങേര് വീണ്ടും ആൾക്കാരുടെ അറ്റൻഷൻ നേടിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓർക്കുന്നുണ്ടാവും, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഏറി കയറിയൊരു മനുഷ്യനാണ്. വേറൊന്നുമല്ല, കോഴിക്കോട് പോയി ഒരു ബിസിനസ് മീറ്റിൽ മോട്ടിവേഷൻ ക്ലാസ് എടുത്തതാണ്. നാണോ ഇല്ലല്ലോടാ തെണ്ടികളെ പിച്ചക്കാരെ പോലെ തെണ്ടാൻ എന്നുള്ള കാര്യം ഇങ്ങനെ ബിസിനസ്സുകാരോട് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി അത് വൈറലായി. അങ്ങനെ പിന്നീട് എയറിലായിരുന്നു പുള്ളിയുടെ മുൻ കഥകളൊക്കെ പുറത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ പല ഓൺലൈൻ മീഡിയകളും ഇങ്ങനെ പണ്ടെന്തോ ഫ്രോഡ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും മറ്റേ ട്രിവാൻഡ്രത്തെ ഏതോ ഫർണിച്ചറുകാരനെ പറ്റിച്ചതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നു. മാത്രമല്ല ഇങ്ങേക്ക് ലക്ഷങ്ങളാണ് മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് കിട്ടുന്നത്. അതുപോലെ തന്നെ 50 കോടിയുടെ ആസ്തി ഉണ്ട് എന്നുള്ള തരത്തിലൊക്കെ പറയുന്നുണ്ട്. വാട്ട് കളർ ഈസ് യുവർ ബുഗാട്ടി അല്ലേ? ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരന് ബുഗാട്ടി മേടിക്കാം. ഇപ്പോൾ പുള്ളി ചെയ്യുന്നതും ആൻഡ്രൂ ടേറ്റ് ചെയ്യുന്നതൊക്കെ സെയിം കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ എല്ലാവരും പുച്ഛിക്കുകയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, ഇപ്പം ഒബ്വിയസ്ലി ഒരു ഡൗൺഫാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഒരു അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ പൊസിഷനിൽ ഇരുന്നിട്ടൊരു ഡൗൺഫാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിൽ നിന്ന് കയറി വരിക? അപ്പോൾ വിചാരിച്ച പോലെ തന്നെ ആസ് യൂഷ്വൽ സെയിം പാത്ത് തന്നെയാണ് പുള്ളി പോയത്, ചാരിറ്റി. അപ്പോൾ ഒബ്വിയസ്ലി ആ ഒരു സമയത്തിന് ശേഷം പിന്നെ വയനാട് ചാരിറ്റിയൊക്കെ വന്നപ്പോൾ പുള്ളിക്കാരനെ വീണ്ടും കാണാൻ തുടങ്ങി. ഒരു ദിവസം ഞാനിങ്ങനെ ട്രെയിൻ കയറാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ട്രെയിനിൻ്റെ സൈഡിൽ വയനാടിനായി കൈ കോർക്കാമെന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരന് ഫുൾ പോസ്റ്റർ അടിച്ച് പരസ്യം ട്രെയിനിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ പുള്ളിയുടെ സോഷ്യൽ മീഡിയയിലുള്ള പരിപാടിയൊക്കെ അങ്ങനെയാണ്. അപ്പോൾ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ചാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു ചാരിറ്റി സംഭവമൊക്കെ ചെയ്തു. അതിന് ശേഷമാണ് പിന്നെ വീണ്ടും ഈ പറയുന്ന പോലെ എയർപോർട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെയുള്ള പോസ്റ്റർ കണ്ടത്. ഒരു പക്ഷേ പുള്ളി ഫ്രോഡായിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ പുള്ളി പറയുന്ന ചില കാര്യങ്ങളൊക്കെ ആക്ച്വലി ട്രൂത്ത് ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഒബ്വിയസ്ലി ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത് പറയുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് തോന്നുമെങ്കിലും അതിലൊരു ഫാക്റ്റ് ഉണ്ട്. ലാഭമില്ലാതെയും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എൻ്റെ സ്വന്തം കാര്യം പറയുകയാണ്. ഇപ്പോൾ നിനക്ക് എന്താണ് ബിസിനസ്സിൽ നോളജ് ഉള്ളതെന്ന് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾ ചോദിച്ചേക്കാം. ഇപ്പം എൻ്റെ സ്വന്തം കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഫാമിലിക്ക് ബിസിനസ്സാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് അവർ ബിസിനസ് നടത്തുന്നുണ്ട്. ഒരു അത്യാവശ്യം ഞങ്ങളുടേതായ മേഖലയിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇൻവോൾവ് ആണ്. കഴിഞ്ഞ 8-10 കൊല്ലമായിട്ട് പല രീതിയിലും പാർട്ട് ടൈമായിട്ടും ഫുൾ ടൈമായിട്ട് ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഒത്തിരി വലിയ ബിസിനസ് അല്ലെങ്കിൽ പോലും ഒരു അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ബേസിക്സ് ഒക്കെ സെയിം ആണെന്ന് തന്നെ പറയാം. അപ്പോൾ മാത്രമല്ല എനിക്ക് വേറെയും ഒത്തിരി ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പല ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ലാഭമില്ലാതെയും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആക്ച്വലി. അപ്പോൾ അത് നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും സാധനം സപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ മനസ്സിലാക്കുക, ലാഭമില്ലാതെ അല്ലെങ്കിൽ ലോങ് ടൈമിൽ നമുക്ക് പ്രോഫിറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ റിട്ടേൺ പൈസ കിട്ടാതെ തെണ്ടേണ്ടി വരുന്നു. ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെ നാണമില്ലല്ലോ ഇവിടെ തെണ്ടാൻ. ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിനൊക്കെ ഒത്തിരി സാധനങ്ങളൊക്കെ എസ്പെഷ്യലി മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഫീൽഡിലേക്കൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. മാസങ്ങളായി പലർക്കും പൈസ കിട്ടിയിട്ട് പലരും തന്നെ കച്ചവടം ചെയ്യാതിരിക്കുകയാണ്. കാരണം ഗവൺമെൻറ് സപ്ലൈ ചെയ്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ഒരു ബിസിനസ്സാണ് കരകൗശല വസ്തുക്കളുടെയൊക്കെ കച്ചവടമാണ്. അവർ ഇന്നും ചെറിയ വഞ്ചിയും അതുപോലെ തന്നെ ഈ കഥകളിയുടെ പ്രതിമയും ഇങ്ങനെ കാര്യങ്ങളൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സ്മോൾ ബിസിനസ്സാണ്. അപ്പോൾ അവർക്കൊക്കെ ആക്ച്വലി കച്ചവടമൊക്കെ ഉണ്ട്. ഗവൺമെൻറ് അവർക്ക് ഓർഡർ തരും, ഇവർ സാധനം അങ്ങോട്ട് കൊടുക്കും. പക്ഷേ ഒത്തിരി കാലമായിട്ട് അവർക്കൊന്നും പൈസ കിട്ടുന്നില്ല. അപ്പോൾ അവരാളെ നിർത്തി അതുപോലെ തന്നെ സാധനം കച്ചവടമാക്കി തന്നെ കഴിയുമ്പോൾ തന്നെ നമുക്ക് GST അടയ്ക്കണം. അതിനുശേഷം ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒത്തിരി നാൾ കഴിഞ്ഞിട്ട് ആണ് പൈസ കിട്ടുന്നത്. അപ്പോൾ അത് ലാഭകരമായിട്ടുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കച്ചവടം നടക്കും, പക്ഷേ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുന്നില്ല. അപ്പോൾ അതാണ് ലാഭമില്ലാതെയും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറയുന്ന അനിൽ ബാലേന്ദ്രൻ്റെ മെത്തേഡും കാര്യങ്ങളൊക്കെ കുറേ വീഡിയോ ഒക്കെ ഞാൻ കണ്ടു നോക്കി. പക്ഷേ പുള്ളിക്കാരൻ പറയുന്നത് ആൾക്കാരെ പറ്റിച്ചും അതുപോലെ തന്നെ ചതിച്ചാലും പൈസ ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള വളരെ അൺഎത്തിക്കലായിട്ടുള്ള രീതികളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പുള്ളിക്കാരൻ്റെ ആ യൂട്യൂബ് പേജ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കോമഡിയാണ്. കാരണം പുള്ളിയുടെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റയർലി ഡിഫറെൻറ്റ് പേഴ്സണാണ് അതിനകത്തൊക്കെ. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് പേജ് ഇതാണ്. അപ്പോൾ ഇപ്പോഴത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഓണേഴ്സ് ഡോണ്ട് നോ ഹൗ ടു പ്ലേ ബിസിനസ്. ഈ ബിസിനസ് എന്ന അന്യായ പവറും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പവറിലാണ് പുള്ളി ഈ പറഞ്ഞ പോലെ അന്ന് പണി ഒപ്പിച്ചത്. പക്ഷേ പുള്ളിയുടെ ഓൾഡസ്റ്റ് വീഡിയോസൊക്കെ എടുത്ത് കഴിയുമ്പോൾ വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അപ്പോൾ അന്ന് ആ സമയത്ത് പുള്ളി അനിൽ ബാലേന്ദ്രൻ ദി സെയിൽസ്മാൻ ആയിരുന്നു. അതിൽ നിന്നാണ് പുള്ളിക്കാരൻ ദി കിങ് മേക്കർ ആയത്. ആ ഒരു PR ഗ്രോത്താണ് കണ്ടത്. ഫ്രം സെയിൽസ്മാൻ ടു കിങ് മേക്കർ.
ആണോ ഭയങ്കര ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു 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 സെയിൽസ്മാൻ. പക്ഷേ പുള്ളിയുടെ ബിസിനസ് എന്ന് വെച്ചാൽ ഇതാണ്. പുള്ളിയുടെ അൾട്ടിമേറ്റ്ലി പുള്ളിയുടെ കച്ചവടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കോഴ്സാണ്. അതിപ്പോൾ എല്ലാവിധ ഇൻഫ്ലുവൻസേഴ്സും അവരൊരു ഒരു ലെവലായി കഴിയുമ്പോൾ പിന്നെ അവരുടെ സാധനം പുറത്തേക്ക് എടുക്കും. ഇതാ എൻ്റെ കോഴ്സ്, ഈ കോഴ്സ് എടുക്കൂ, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാം, എന്നെപ്പോലെ സക്സസ്ഫുൾ ആവാം. അപ്പോൾ അതിന് ഒത്തിരി ഫ്ലൗണ്ട് ചെയ്യേണ്ടി വരും. നമ്മൾ കാശുണ്ട്, നമ്മുടെ സക്സസ് ഉണ്ട്, നമുക്ക് ഇന്ന കാറുണ്ട്, അതുണ്ട്, ഗൾഫിൽ ബിസിനസ് ഉണ്ട്, ഇതൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് എന്നാൽ മാത്രമേ ആൾക്കാർ കോഴ്സ് എടുക്കുകയുള്ളൂ. ഇവന് സക്സസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമെന്നുള്ള രീതിയിൽ ആൾക്കാർ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അത് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. എനിവേ അതാണ് പുള്ളിയുടെ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേ കാലം മുമ്പ് കണ്ടൊരു വീഡിയോ ഉണ്ട് ഗൈസ്. അത് എന്തെങ്കിലും ഈ പറയുന്ന പോലെ ബിസിനസ് മോട്ടിവേറ്റേഴ്സിനെ പറ്റി വീഡിയോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ മോട്ടിവേഷനെ പറ്റി വീഡിയോ ചെയ്യുകയാണെങ്കിൽ പറയണം എന്ന് വിചാരിച്ചൊരു സംഗതിയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രഷ് ടു ഹോം എന്ന് പറയുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സംരംഭത്തിൻ്റെ മുതലാളി പറയുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇതാണ് ഗൈസ് ആ വീഡിയോ. 90% ജനത്തിനെ നിങ്ങൾ മാറ്റിവെച്ചു, ബാക്കി 14 കോടി ജനങ്ങൾ. ഈ 14 കോടി ജനങ്ങൾ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് 4 തീപ്പെട്ടി വാങ്ങിയാൽ മതി. ടേണോവർ എത്രയാണെന്നറിയോ? ഞങ്ങളെക്കാൾ മതി. അടിച്ചു നോക്കിയത് ഒരു മാസം എല്ലാ സമയം ഉണ്ടാവും. ഒരു മാസം 4 തീപ്പെട്ടി വാങ്ങിയാൽ, ആഴ്ചയിൽ 1 ദിവസം വാങ്ങിയാൽ മതി. നിങ്ങൾ ഇപ്പൊ അയച്ചു നോക്കിയോ, ടേണോവർ 1200 കോടിക്ക് മുകളിലാണ്. അതാണ് നമ്മുടെ മാർക്കറ്റ്. ആ മാർക്കറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാർക്കറ്റിലാണ് ഞാൻ നിങ്ങൾ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഈ മാർക്കറ്റ് നിങ്ങൾ ഉപയോഗിക്കണം. അല്ലാണ്ട് ഇത് ആപ്പിളിനും ഈയയ്ക്കും സാംസങ്ങിനും ഉണ്ടായിക്കും വേണ്ടി വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കണം അതുപോലത്തെ ബ്രാൻഡ്. ഈ ബ്രാൻഡില്ലാതെ ഈ ലോകത്തൊന്നിനും ജീവിക്കും. അപ്പോൾ ഈ ആൾ പറയുന്ന കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷനും ഒരു കോരിത്തിരപ്പൊക്കെ തോന്നും. കാരണം ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. തീപ്പെട്ടി വിറ്റാൽ പോലും എന്നുള്ളൊരു എക്സാമ്പിളാണ് പുള്ളി പറയുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇതൊരു പക്ഷേ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ ഭയങ്കര മോട്ടിവേഷൻ സംഭവം പോലെ തോന്നാം. പക്ഷേ ഇത് ചെയ്യുന്ന ആൾക്കാർക്കറിയാം. ഈ പറയുന്ന പോലെ തീപ്പെട്ടിയുടെ എക്സാമ്പിൾ എടുത്താൽ തന്നെ നമ്മളൊരു തീപ്പെട്ടി ഉണ്ടാക്കി. ഈ തീപ്പെട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് കസ്റ്റമേഴ്സിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളത് മിക്കവാറും വിൽക്കാൻ പോകുന്നത് ഹോൾസെയിലേഴ്സിലൂടെ അല്ലെങ്കിൽ അതിന് ശേഷം പിന്നെ റീറ്റെയിലേഴ്സിലൂടെ ഒക്കെയാണ്. അപ്പോൾ നമ്മളൊരു തീപ്പെട്ടി ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 14 കോടി ആൾക്കാരെ ലക്ഷ്യം വെച്ചിട്ട് തീപ്പെട്ടി ഉണ്ടാക്കി വിറ്റ് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ തിരിച്ച് കിട്ടുമ്പോഴേക്കും കുറേ കാലം കഴിയും. കാരണം ഹോൾസെയിലേഴ്സ് റീറ്റെയിലേഴ്സൊന്നും പെട്ടെന്ന് ആർക്കും പൈസ കൊടുക്കില്ല. പൈസ ഒത്തിരി സമയം എടുത്തതിന് ശേഷം മാത്രമേ കയ്യിലേക്ക് കിട്ടുള്ളൂ. മാത്രമല്ല ഒരു പുതിയ കോമ്പറ്റീറ്റർ വന്നു എന്നറിഞ്ഞ് കഴിയുമ്പോൾ ബാക്കിയുള്ള സൈഡ് അല്ലെങ്കിൽ ഓൾറെഡി കോമ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ അവർ ചിലപ്പോൾ എന്തെങ്കിലും വില കുറയ്ക്കാം, അതല്ലെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ കാര്യം വലിയ മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിലും ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്ത് അതിൽ നിന്നും പൈസ നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വരാം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓൺലൈനായിട്ടുള്ള പരിപാടിയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. കാരണം ഇങ്ങനെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ ഓൾറെഡി കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടും. അത് എങ്ങനെയായാലും കിട്ടും, അത് കയ്യിലേക്ക് വരും. അങ്ങനെയാണ്. അല്ലെങ്കിൽ പറഞ്ഞ പോലെ റീറ്റെയിൽ, ഇപ്പോൾ തുണിക്കട അല്ലെങ്കിൽ ജ്വല്ലറി ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കയ്യിലേക്ക് ക്യാഷ് വരും. അതിനുശേഷം മാത്രമേ അവർ പ്രൊഡക്റ്റ് കൊടുക്കുള്ളൂ. അതല്ലാതെ ഈ പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എസ്പെഷ്യലി FMCG കമ്പനികളൊക്കെ നടത്തുന്ന ആൾക്കാർക്ക് വളരെ കുറഞ്ഞ മാർജിനായിരിക്കും ഉണ്ടാവുക. അതിനുശേഷം അത് തിരിച്ച് വന്ന് കഴിയാൻ പൈസ തിരിച്ച് നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ട് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അതൊക്കെ സഹിക്കാനും അല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു മണി പവറുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അത് എളുപ്പത്തിൽ ആർക്കും പോയി ചെയ്യാവുന്നൊരു കാര്യമില്ല. അപ്പോൾ അന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി എന്നുള്ള കാര്യം. സോ ഗായ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി ഇണങ്ങണം.